ഹായ്, ഇപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയി വന്നിട്ടുണ്ടേ. രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഞാനും അഭയേട്ടനും അമ്പിടുവാന്നേ പോകുന്നത്. ശ്രീ രാഘവപുരം ഹനുമാരമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഹനുമാരമ്പലം എന്നാണേ കൂടുതലായിട്ട് പറയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിലെ ചെറുതാഴത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും കുറിച്ച് അറിഞ്ഞാലോ. ത്രേതായുഗത്തിലെ രാമായണ കഥകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ലങ്കാദഹനത്തിനും രാവണവധത്തിനും ശേഷം സീതാദേവിയെയും കൂട്ടി അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴിയിൽ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഹനുമാൻ സ്വാമിയും വിശ്രമിച്ച ഇടമാണിത് എന്നാണ് സങ്കല്പം. രാമൻ്റെ പാദസ്പർശമേറ്റ് പവിത്രമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് രാഘവപുരം എന്ന പേര് ലഭിച്ചത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയേ. രാമായണ മാസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വഴിപാട് കഴിപ്പിക്കുന്നിടയ്ക്കെല്ലാം കുറച്ച് തിരക്കുണ്ടായിന്. ശ്രീരാമൻ വിശ്രമിച്ച സമയത്ത് സ്വാമിക്ക് ഏത് നിമിഷവും സേവനം ചെയ്യാൻ തയ്യാറായി തൊഴുതു നിൽക്കുന്ന ഭാവത്തിലാണ് ഹനുമാൻ ഇവിടെ നിന്നത്. പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനാണെങ്കിലും രാമൻ്റെ സന്നിധിയിൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവും അനുഗ്രഹവും അത്യധികമുള്ളതിനാലാണ് ഈ ക്ഷേത്രം ഭക്തർക്കിടയിൽ ഹനുമാരമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ അമ്പലത്തിൽ നിന്നെല്ലാം ഇങ്ങനെ ചന്ദനം കിട്ടുമ്പോലേ ഫസ്റ്റ് ഞാനൊന്ന് നോക്കുവാന്നറിയാം, അതിൽ വെള്ള പുഷ്പം ഉണ്ടോയെന്നാണേ. വെള്ള പുഷ്പം ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞതിലുള്ള എക്സ്പ്രഷനാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തൽ, വടമാല ചാർത്തൽ, അവൽ നിവേദ്യം ഇവയ്ക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് കേട്ടോ. നമ്മൾ അവൽ നിവേദ്യമാണേ കഴിപ്പിച്ചത്. എനിക്ക് ഇവിടുത്തെ അവൽ നിവേദ്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവൽ നിവേദ്യം എല്ലാം വാങ്ങിയിട്ട് നമ്മൾ അമ്പലം ഒന്ന് ചുറ്റും പോകുന്നതാണേ. വീട്ടിൽ പോയിട്ട് തിന്നാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ അവൽ നിവേദ്യം കഴിക്കുന്ന കേട്ടോ. അപ്പം അമ്പുടൂന് അത്ര വലിയ ഇഷ്ടമല്ല മധുരമുള്ളതൊന്നും, അതുകൊണ്ട് ഓനങ്ങനെ കഴിച്ചിട്ടില്ല. പകുതി ഞാൻ ഇവിടെ നിന്ന് തിന്ന് തീർത്തിനെ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയേ. അന്നേരം കൊണ്ട് അമ്പുട് പറയുന്ന അവിടെ മീനുണ്ട് കാണണമെന്ന്. അങ്ങനെ നമ്മൾ കുളത്തിലേക്കൊന്ന് കീഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.